മത്സ്യകന്യകയും വേലപ്പനും. കടലിന്റെ മകനായ വേലപ്പൻ തന്റെ ചെറിയ വള്ളത്തിൽ എന്നും രാവിലെ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. അന്ന് കടൽ ശാന്തമായിരുന്നു, ആകാശം തെളിഞ്ഞതും. ആഴക്കടലിൽ നീലനിറമുള്ള ഒരു മത്സ്യകന്യകയുണ്ടായിരുന്നു. അവളുടെ പേര് നീരജ. അവൾ എന്നും കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വേലപ്പന്റെ വള്ളം നോക്കി നിൽക്കും. പെട്ടെന്ന് ആകാശമിരുണ്ടു, കാറ്റും കോളും തുടങ്ങി. വലിയ തിരമാലകൾ വള്ളത്തെ അങ്ങോട്ടുമിങ്ങോട്ടും തള്ളി. ഒരു വലിയ തിരമാല വള്ളത്തെ മറിച്ചിട്ടു. വേലപ്പൻ കടലിലേക്ക് വീണു. അയാൾക്ക് നീന്താൻ കഴിഞ്ഞില്ല. അയാൾ മുങ്ങിത്താഴാൻ തുടങ്ങി. നീരജ ഇത് കണ്ടു. വേലപ്പനെ രക്ഷിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അവൾ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് നീന്തി. നീരജ വേലപ്പന്റെ കൈകളിൽ പിടിച്ചു. അവൾ അവനെ ഒരു പാറക്കെട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വേലപ്പൻ പാറക്കെട്ടിൽ കയറിയിരുന്നു. അപ്പോഴാണ് തനിക്ക് സഹായം നൽകിയത് ഒരു മത്സ്യകന്യകയാണെന്ന് അയാൾ കണ്ടത്. കൊടുങ്കാറ്റടങ്ങി, കടൽ ശാന്തമായി. നീരജ വേലപ്പനെ അവന്റെ കേടുപാടുകൾ സംഭവിച്ച വള്ളത്തിലേക്ക് തിരികെ കയറാൻ സഹായിച്ചു. നന്ദി നീരജ, വേലപ്പൻ പറഞ്ഞു. നിന്റെ നന്മ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാനീ കടലിനെ എന്റെ സ്വന്തം വീടുപോലെ സംരക്ഷിക്കും. വേലപ്പൻ കരയിലേക്ക് തിരിച്ചുപോയി. അവന്റെ വള്ളത്തിന് കേടുപാടുകൾ പറ്റിയിരുന്നു, പക്ഷേ അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. കടൽ വെറും മീൻ പിടിക്കാനുള്ള സ്ഥലമല്ല, കൂട്ടുകാരുടെ വീടുകൂടിയാണെന്ന് അയാൾ മനസ്സിലാക്കി.